ഹലോ നമസ്കാരം. മിട്ടുവിന് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണിത്. വാനില ഫ്ലേവറാണ് കേട്ടോ. ഒരു വൻ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിരിക്കുന്ന കേക്കാണിത്. ഇതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ രൂപം. ഒരു ബേക്കറിൻ്റെ സ്വപ്നങ്ങൾ ചിറകൊടിഞ്ഞ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് വെൽവെറ്റ് സ്പ്രേയിൽ കേക്ക് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ മെഷീൻ വാങ്ങിയതിന് ശേഷം ഇന്ന് വരെയും പുറത്തേക്ക് അങ്ങനെ ഒരു കേക്ക് ചെയ്തിട്ടില്ല. ഓൺട്രമേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഓൺട്രമേ ചെയ്യാറില്ല, കേക്കും ചെയ്യാറില്ല. മെഷീനാണെങ്കിൽ എവിടേക്കോ പാർട്ടായി കിടക്കുന്നുണ്ട്. ഈ കേക്കിൽ വെൽവെറ്റ് സ്പ്രേ കൊടുത്ത് ഫിനിഷ് ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായി. നല്ല വൈറ്റ് ബ്യൂട്ടി ആക്കിയിട്ട് ഐസോമാൾട്ടിൽ കുറച്ച് കളറ് ചേർത്തിട്ട് അത് പൊടിച്ചിട്ട് അതിൻ്റെ ക്രിസ്റ്റൽസ് അവിടെ എവിടെയും കൊടുത്തിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വെൽവെറ്റ് സ്പ്രേ മെഷീന് വേറെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ പോയിട്ടും ശരിയാവുന്നില്ല. വല്ല വിധേനയും ഞാൻ ഫിനിഷ് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഐസോമാൾട്ട് കളറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പീസസ് അവിടെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. പുറത്തെടുത്തപ്പോഴത്തേക്കല്ലേ വീണ്ടും കയ്യിൽ നിന്ന് പോയി. കംപ്ലീറ്റ് വീപ്പ് ചെയ്യാൻ തുടങ്ങി. ആ റെഡ് കളർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറെ പരിപാടി എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് തുടച്ച് കളഞ്ഞു. അറിയാലോ, കൊക്കോ ബട്ടർ ഒരു ശരിക്കും നല്ല കോട്ടിങ് കിടപ്പുണ്ടാവും. അത് ഇളക്കി എടുത്ത് മാറ്റി ഇങ്ങനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ചില്ലറ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെയും ഐസോമാൾട്ട് തന്നെ പൊടിച്ച് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ലസ്റ്റർ എടുത്തിട്ട് ഡസ്റ്റ് ചെയ്തും കൊടുത്തു.